ഹലോ എന്നൊരു മിനി വ്ലോഗാണ്. അപ്പം എൻ്റെ അച്ഛമ്മ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛമ്മ തറവാട്ടിലല്ലായിരുന്നു. അച്ഛമ്മ മാമീൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയതായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് പോയിട്ട് അപ്പോൾ ഇന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞാനും അച്ഛനും അമ്മയൊക്കെ പോയി വരുന്ന വഴി ആണ് ഞാൻ വീഡിയോ എടുക്കണേ. അപ്പോൾ ഒരു സാധനമൊക്കെ മേടിക്കാൻ നിർത്തിയായിരുന്നു. അപ്പോഴാട്ടോ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതാ കുറേ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് കുറേ ഷോ ഒക്കെ ഇട്ടിട്ട് വീണാവാത്ത എന്തോ വലിയ ഭാഗ്യം ഗൈസ്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പൂപ്പൻ അച്ഛൻ ഇവിടെ നിന്ന് ഇറക്കിയിട്ടില്ല. പിന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് ലാസ്റ്റ് അച്ഛൻ്റെ അടുത്ത് നിന്ന് കുറേ ചീത്തയൊക്കെ കേൾക്കണ്ട് ഇട്ടല്ലേ, ഇതിങ്ങനെ എടുക്കല്ലേ വീണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കാൻ നിൽക്കുന്നത്. ദിസ് ഈസ് മൈ ഫാദർ, ദിസ് ഈസ് മൈ മോം, ദിസ് ഈസ് മൈ ഗ്രാൻഡ് ഫാദർ ഗൈസ്. അപ്പം അച്ഛമ്മ കുറേ ദിവസമായി വഴിക്കൊക്കെ വന്നിട്ട് അപ്പോൾ വരുന്ന വഴി ഞങ്ങൾ പുതിയ വീടൊക്കെ കാണിച്ചെടുത്തിട്ടോ, അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അച്ഛമ്മ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ കോട്ടയിൽ ഉത്സവമായിട്ട് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളുടെ പാലം ഗൈസ്, കോട്ടക്കടവ് പാലമാണ്. അത് നമ്മളുടെ ഇക്കരെ എത്തി. അപ്പോൾ ഇതാണ് നമ്മളുടെ അവോയ്ക്ക് ഓഡിറ്റോറിയം ഗൈസ്. ഇതിന് നല്ല അടിപൊളി ഓഡിറ്റോറിയമാണ്. ഞാൻ അതിലിട്ട് ഇവിടെ ഒരു കല്യാണത്തിനും പോയില്ല കേട്ടോ. പിന്നെ സോറി ഗൈസ്, എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്പലത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസായിട്ട് അടുത്തേക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ എന്താണെന്ന് മീൻസ് എൻ്റെ മേക്കപ്പിൻ്റെ എടുക്കാൻ വിചാരിച്ചപ്പോൾ അച്ഛനും അമ്മയും മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് എടുക്കാൻ കഴിയില്ല. പിന്നെ ഇതാട്ടെ ഞങ്ങൾ സ്കൂളായിരുന്നു കൊണ്ടാണ് ഞാൻ വീഡിയോ ഇത് എഡിറ്റ് ചെയ്തിട്ടത്. പിന്നെ ഞാൻ നെയിൽസ് കാണിച്ചത് അതിൻ്റെ മെഹന്തി ഇട്ടതിൻ്റെ ഷോയാണ്. പിന്നെ ഇതിനാരെങ്കിലും പരിചയമുണ്ട് മീൻസ് ഇതെൻ്റെ വീട്ടിലത്തെ പൂച്ചയാണ്. ഇനിയിപ്പോൾ പോയി എടുത്തുണ്ടോ എന്നതിനെ. അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലത്തെ നായാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഓട്ടോറിക്ഷയൊക്കെ ഇങ്ങനെ കയറ്റി തൊട്ട് അമ്മ അവിടെ ഇറങ്ങി നിൽക്കുക കേട്ടോ. ഓട്ടോറിക്ഷ കയറ്റി അച്ഛനും അവിടുത്തെ ഏട്ടന്മാരും കൂടി നന്നാക്കിയതാണ്. പിന്നെ എനിക്ക് പണി കിട്ടി ഗൈസ്.